ഇന്ന് നമുക്ക് ഒരു നാടൻ ചെമ്മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ ഇത് വളരെ അത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വിഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്, തക്കാളി, ചെമ്മീൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇടുകയാണ്. ആദ്യം ചുവന്നുള്ളി ചതച്ച് വെച്ചത് ഇടാം. ഞാനിവിടെ ഒരു 10 അല്ലി ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി കഷ്ണം, ഒരു ചെറിയൊരു കഷ്ണമേ വേണ്ടൂ ഇഞ്ചി, അത് ചതച്ചതാണ്, അത് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് നെടു കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം ഇതിന് പകരമായിട്ട്. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒപ്പം തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. നമ്മളിത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണമൊന്നുമില്ല. ഇതുപോലെ വെറുതെ തിരുമ്മിയെടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് ഈ മീൻ കറി തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടിയും പറയുകയാണ്, നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് മാറ്റാം. ഇനി ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 മെഷറിംഗ് കപ്പ് നാളികേരമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കറി എന്തായി എന്ന് പോയി നോക്കി നോക്കാം. കണ്ടില്ലേ, കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാടൻ പുളി വേണമെങ്കിലും ചേർക്കാട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് തരത്തിലുള്ള പുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ കുടംപുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് അനുസരിച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കണം. ചില കുടംപുളിക്ക് അധികം പുളി ഉണ്ടാവില്ല, അപ്പോൾ കൂടുതൽ ചേർക്കേണ്ടി വരും. അതെല്ലാം നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം മാത്രമേ അടുത്ത പരിപാടി നമുക്ക് ചെയ്യേണ്ടൂ. കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, തുറന്ന് വെച്ചിട്ടല്ല. അപ്പോൾ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. നന്നായിട്ട് തിളക്കിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെമ്മീനൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ചേർത്തിട്ട് ഈ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ നമ്മൾ നാളികേരം ചേർക്കണുള്ളൂ. കറി ഒരുവിധം കുറുകി വന്നാൽ മാത്രമേ നാളികേരം ചേർക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ കറിയിൽ കൂടുതൽ വെള്ളമുള്ള സമയത്ത് നമ്മൾ നാളികേരം ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ചെറുതായിട്ട് കുറുകി വന്ന സമയത്ത് നാളികേരം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചുവന്നുള്ളി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നാടൻ ചെമ്മീൻ കറി തയ്യാറായി കഴിഞ്ഞു. ചെമ്മീൻ കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയേക്കാണ്. നല്ല നാടൻ ചെമ്മീൻ കറിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഒരു ചെമ്മീൻ കറി തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്.
ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.